ഈ എപ്പിസോഡിൽ നമ്മൾ ജിയോ പൊളിറ്റിക്സിന്റെ മറ്റൊരു തലം എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ എല്ലാവരും സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അമേരിക്ക വേറൊരു കളി കളിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, നമ്മൾ ഇതിനു മുമ്പ് തന്നെ ഈ ഇറാൻ അമേരിക്ക ഇസ്രായേൽ കോൺഫ്ലിക്റ്റിനെ ചൈനയുടെ വീക്ഷണത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേർ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ചൈന ഇതിൻ്റെ പുറകിൽ കളിച്ച കളികൾ, ചൈന ഇറാനിന് സപ്പോർട്ട് ചെയ്ത രീതി, ഏറ്റവും കൂടുതൽ ഇറാൻ മിസൈലുകൾ അയക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ കമ്പോണൻസ്, അതിൻ്റെ മൂലകങ്ങൾ, കെമിക്കൽസ് പോലത്തെ സാധനങ്ങളെല്ലാം തന്നെ ചൈനയാണ് റോ മെറ്റീരിയൽ എന്നുള്ള തരത്തിൽ കയറ്റി അയച്ചത് ഇറാനിലേക്ക്. ഓപ്പൺലി നമുക്ക് നോക്കുമ്പോഴത്തേക്ക് അത് ലീഗലി അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിപ്പം ആയുധം നിർമ്മിക്കാനാണെന്ന് എന്താണ് ഉറപ്പ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്യുവൽ പർപ്പസ് ഗുഡ്സ് എന്ന് പറയും. അത്തരത്തിലുള്ള ഗുഡ്സുകളാണ് ചൈന ഏറ്റവും കൂടുതൽ ഇറാനിലേക്ക് കയറ്റി അയച്ചത്. അതിനു പുറമെ ചൈന ഏറ്റവും കൂടുതൽ മാനുഫാക്ചറിങ് യൂണിറ്റുകളായിട്ട് തന്നെ ഇറാൻ്റെ ഉള്ളിൽ സ്ഥാപിക്കുകയും അതുപോലെ അവർക്കുള്ള സപ്പോർട്ടുകളെല്ലാം തന്നെ ഇപ്പം ഡ്രോൺ ആയാൽ തന്നെയും ഡ്രോണിൻ്റെ സ്പെയർ പാർട്സുകൾ പല സ്പെയർ പാർട്സുകളായിട്ട് അയച്ചു വെച്ചിട്ട് ഇറാൻ്റെ ഉള്ളിൽ ചെന്നിട്ട് അത് അസംബിൾ ചെയ്യുന്ന രീതിയിലാണ് ചൈന. എല്ലാം പ്ലഗ് ആൻഡ് പ്ലേ ടൈപ്പാണ്. അപ്പോൾ ആ രീതിയിലാണ് ചൈന ഇറാനെ ഹെൽപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അമേരിക്ക കൃത്യമായിട്ട് ചൈനയ്ക്കെതിരെ കരുക്കൾ നീക്കുകയാണ്. അതായത് 2-3 ആഴ്ചയ്ക്കുള്ളിൽ വിത്തിൻ 1 മന്തിൽ പോകും എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ചൈനയ്ക്ക് ഒരു മെസ്സേജും കൂടി പറയുന്നുണ്ട്. കൃത്യമായിട്ട് ട്രംപ് പറയുന്നത്, ഞാനൊരു കത്ത് എഴുതിയിട്ടുണ്ട് ഷീ ജിൻപിങ്ങിന്. ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇറാനിലേക്ക് ഇനി ആയുധങ്ങൾ നിങ്ങൾ കയറ്റി അയക്കരുത്. അപ്പോൾ അവിടെ ഒരു മറുപടി ട്രംപിന് കിട്ടിയതായിട്ടും ആ മറുപടിയിൽ ഷീ ജിൻപിങ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ കോൺഫ്ലിക്റ്റിലിരിക്കുന്ന രാജ്യങ്ങൾക്ക് ഒരു തരത്തിലും ആയുധങ്ങൾ കയറ്റി അയക്കാറില്ല, ചൈനയുടെ പോളിസി അതാണ് എന്നുള്ള രീതിയിലൊക്കെ മറുപടി കൊടുത്തതായിട്ട് ട്രംപ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടത്, ചൈനയുടെ പാർട്ടിയുടെ തന്നെ മുഖപത്രമായിട്ടുള്ള ഗ്ലോബൽ ടൈംസിലൊക്കെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റിൽ, അതായത് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് ആയുധം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്ന സ്വഭാവം ചൈനയ്ക്ക് പണ്ടേ ഇല്ല എന്നുള്ള തരത്തിൽ വെളുപ്പിച്ചുള്ള വാർത്തകളൊക്കെയാണ് ചൈനയെക്കുറിച്ച് ഗ്ലോബൽ ടൈംസ് തന്നെ പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ പരിപോഷിപ്പിച്ചതാരാണ്? ഈ P-15 എന്ന് പറഞ്ഞ ഒരു മിസൈൽ ഇന്ത്യക്കുള്ളിൽ വന്ന് വീണ് കിടന്നത്, നമ്മളതിപ്പോൾ എടുത്ത് ഷോ പീസായിട്ട് വെച്ചിരിക്കുന്നതും ഇതെല്ലാം ചൈന കാണിച്ച കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ചൈന ഓപ്പണായിട്ട് കള്ളം പറയും, അത് ഉറപ്പാണ്. അതുപോലെ തന്നെ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണെന്നുണ്ടെങ്കിൽ റഷ്യക്ക് ഏറ്റവും കൂടുതൽ ഡ്യുവൽ പർപ്പസ് ഗുഡ്സ് എന്നുള്ള നിലയിലായിക്കോട്ടെ, അതേപോലെ തന്നെ ഓപ്പണായിട്ട് തന്നെ ഡ്രോണുകൾ ചൈന അയച്ചു കൊടുത്തിട്ടുണ്ട്. റഷ്യക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ അയച്ചു കൊടുത്തിരിക്കുന്നത് ചൈനയും ഇറാനും തന്നെയാണ്. ഇറാൻ പ്രത്യക്ഷത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ ഫാക്ടറി ഇറാനിലൂടെ വിപുലീകരിച്ച് അവിടെ നിന്നും പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ച് അതും കൂടി റഷ്യയിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇങ്ങനെ ചൈന ഇങ്ങനെ കണ്ണടച്ച് കള്ളം പറയും. ചൈന യുദ്ധത്തിലിരിക്കുന്ന രാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പക്ഷെ അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ചൈന കുറെ കാലം കൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന 1 ബെൽറ്റ് 1 റോഡ്, അവരുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടല്ലോ, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പിന്നീട് അതിനെ പേര് മാറ്റി അവർ വിളിക്കുകയുണ്ടായി. BRI എന്നാണ് അതിപ്പോൾ അറിയപ്പെടുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ പരാജയപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇപ്പം നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ചൈന കൊണ്ടുവരാനുള്ള കാരണം തന്നെ സ്ട്രേറ്റ് ഓഫ് മലാക്ക. ഈ സ്ട്രേറ്റ് ഓഫ് മലാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ രാജ്യം വളരെ കൃത്യമായിട്ട് കാലങ്ങളായിട്ട് മോണിറ്റർ ചെയ്ത് വരുന്ന ഒരു ഏരിയയാണ് സ്ട്രേറ്റ് ഓഫ് മലാക്ക. ഞാൻ ഈ മാപ്പിൽ കാണിക്കുന്ന ആ ഒരു ലൊക്കേഷനാണ്. ചൈനയുടെ 65% ഗുഡ്സ് ട്രാൻസ്പോർട്ട് നടക്കുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ സ്ട്രേറ്റ് ഓഫ് മലാക്ക ശരിക്കും ചൈനയ്ക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 65% എന്ന് പറഞ്ഞാൽ ചെറിയ അളവല്ല. അതായത് മാസീവായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഓപ്പൺ ചെയ്തിട്ട് ബൾക്കായിട്ട് പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ചൈനയ്ക്കുള്ളത്. ഭീമാകാരമായിട്ടുള്ള ഉൽപ്പാദന ശേഷിയുള്ള ഫാക്ടറികളാണ് ചൈനയിൽ ഉടനീളമുള്ളത്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ഇപ്പം സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ അമേരിക്ക നടത്തിയ ആ ഒരു ബ്ലോക്കേഡ്, അമേരിക്കയും ഇസ്രായേലും ഇറാൻ യുദ്ധം തുടങ്ങിയ ആ ദിവസം മുതൽ ഫെബ്രുവരി 28 മുതൽ ചൈനയ്ക്കുണ്ടായിരിക്കുന്ന നഷ്ടം ചില്ലറയല്ല. ലോകത്ത് പല രാജ്യങ്ങൾക്കും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ചൈനയുടെ നഷ്ടം സിഗ്നിഫിക്കൻ്റ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ചൈനയുടെ നഷ്ടത്തിന് ഇവിടെ എടുത്തു പറയുന്നത് പറഞ്ഞാൽ, ചൈനയ്ക്ക് എണ്ണ ഇറാൻ അയച്ചുകൊണ്ടിരുന്നു, അത് വേറെ കാര്യം. പക്ഷേ ചൈനയുടെ ഗുഡ്സ് ഉണ്ട്, വൻതോതിൽ ഉൽപ്പാദനം നടത്തി വെച്ചിരിക്കുന്ന മറ്റു പ്രോഡക്റ്റുകൾ, എണ്ണ ഇതര പ്രോഡക്റ്റുകളുണ്ട്. ചൈനയുടെ പ്രോഡക്റ്റുകൾ ഇലക്ട്രോണിക്സിലൊക്കെ ചൈന നമ്പർ 1 ആണ്. അത്തരത്തിൽ മാസീവായിട്ടുള്ള പ്രോഡക്റ്റുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണ്. ഇതിനു മുമ്പ് തന്നെ കോവിഡിനെ തുടർന്ന്, അത് കഴിഞ്ഞ് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചൈന ഒരു ക്രൈസിസിലൂടെ തന്നെയാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ചൈനയുടെ റിയൽ എസ്റ്റേറ്റ് മേഖലകളൊക്കെ വൻ തകർച്ചയിലാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അവരിൽ ഈ പ്രൊഡക്ഷൻ ചെയ്യുന്ന സാധനങ്ങൾ അവിടെ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് നിരവധി പേർക്ക് തൊഴിലില്ലായ്മ, അതായത് നിരവധി ചൈനീസ് പൗരന്മാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം നിരവധി പേര് അവിടെ തൊഴിൽ രഹിതരായിട്ട് മാറുന്നുണ്ട്. അതിനാണ് ചൈന മറ്റുള്ള അണ്ടർ ഡെവലപ്ഡ് നേഷൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെയെല്ലാം ഈ BRI പദ്ധതിയിൽ പെടുത്തിക്കൊണ്ട് അവിടെയൊക്കെ പുതിയ പുതിയ പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യാനും ആ പ്രോജക്റ്റുകളിലെല്ലാം തന്നെ ജോലിക്ക് ചൈനീസ് പൗരന്മാരെ പറഞ്ഞയക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടാകുന്നത്.
ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, ചൈനയിലുള്ള ഓരോ കമ്പനികളിലും ഗവൺമെന്റിന് സെപ്പറേറ്റ് കോട്ടയുണ്ട്. ഗവൺമെന്റ് ആണ് എല്ലാ കമ്പനികളെയും നിയന്ത്രിക്കുന്നത്, ഇൻക്ലൂഡിംഗ് പ്രൈവറ്റ് കമ്പനീസ്. ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും ചൈനയുടെ പ്രൈവറ്റ് കമ്പനികളിലേക്ക് ആൾക്കാരെ നിയമിക്കണം, നിർബന്ധമാണത്. അത് പോളിസിയാണ്, പ്രോട്ടോക്കോളാണ്. ഗവൺമെന്റ് തീരുമാനിക്കും ഈ കമ്പനി എവിടെ പോകണം, എന്ത് ചെയ്യണം, അങ്ങനെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചൈനയുടെ പ്രൈവറ്റ് കമ്പനിയുമായിട്ട് വെക്കുന്ന ഒരു കോൺട്രാക്ട് ഗവൺമെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. അത് ഏത് രാജ്യത്തിനോട് വെക്കുന്ന എഗ്രിമെന്റ് ആയാലും. മനസ്സിലായല്ലോ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ കീ പോയിന്റ് ആണ്. ഈ സാഹചര്യത്തിൽ വളരെ നിർണായകമായിട്ടൊരു മൂവ് അമേരിക്ക നടത്തിയിട്ടുണ്ട്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറഞ്ഞ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ റൂട്ട് തടസ്സപ്പെട്ടപ്പോൾ ചൈനയ്ക്ക് എത്രമാത്രം ഇമ്പാക്റ്റ് ആണ് ഉണ്ടായത് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് അമേരിക്ക മലാക്ക സ്റ്റേറ്റിലേക്ക് കടന്നു വരികയാണ്. മലാക്ക സ്റ്റേറ്റിലേക്ക് കടന്നു വരികയാണെന്ന് പറഞ്ഞാൽ പ്രബുവോ സുബിയാന്തോ, ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് പ്രബുവോ സുബിയാന്തോയുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് സംസാരിച്ച് കൃത്യമായിട്ട് ചില ഡീലുകൾ ധാരണയിലെത്തിയിട്ടുണ്ട്. ധാരണയിലെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഡിഫൻസ് എഗ്രിമെന്റിന് മുന്നോടിയായിട്ട് ഡിഫൻസ് കോപ്പറേഷൻ പാർട്ട്ണർഷിപ്പ്, അങ്ങനത്തെ ഒരു പ്രോഗ്രാം, അത് കൃത്യമായിട്ട് ഇന്തോനേഷ്യയുടെ ഡിഫൻസ് മിനിസ്റ്ററും അമേരിക്കയുടെ വാർ സെക്രട്ടറി പീറ്റർ ഹെഗ്സത്തും പെൻറ്റഗണിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് നടത്തി ഈ എഗ്രിമെന്റിൽ സൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ സംഭവിക്കാൻ പോകുന്ന പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള പെർമിഷൻസ് അമേരിക്കയ്ക്ക് കൊടുക്കുകയാണ് ഇന്തോനേഷ്യ. അതായത് ഇന്തോനേഷ്യൻ എയർ സ്പേസിൽ വിതൗട്ട് എനി പെർമിഷൻ, ഒരു തരത്തിലുള്ള പ്രീ അപ്രൂവലോ പ്രീ കണ്ടീഷനോ ഒന്നും തന്നെ ഇല്ലാണ്ട് അമേരിക്കൻ ഫ്ലൈറ്റുകൾക്ക്, ഫൈറ്റർ ജെറ്റുകൾക്ക്, അമേരിക്കയുടെ ടാങ്കർ എയർക്രാഫ്റ്റുകൾക്ക്, അമേരിക്കയുടെ C-17 എയർക്രാഫ്റ്റുകൾക്ക്, അതുപോലെ തന്നെ പൊസൈഡോൺ, ഇതുപോലത്തെ അമേരിക്കയുടെ വിവിധ തരം എയർക്രാഫ്റ്റുകൾക്ക് വളരെ ഫ്രീ ആയിട്ട് ഇന്തോനേഷ്യയുടെ എയർ സ്പേസ് ഉപയോഗിക്കാനുള്ള എഗ്രിമെന്റ് ആണ് ഇവിടെ സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കേസ് ബൈ കേസ് അപ്രൂവൽ അമേരിക്കയ്ക്ക് വാങ്ങിക്കേണ്ടതില്ല. ഈ കേസ് ബൈ കേസ് എന്ന് ഞാൻ പറയുന്നത് ശരിക്കും ഇപ്പം F-35 റീസെന്റ് ആയിട്ട് ട്രിവാൻഡ്രം എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അതെങ്ങനെയാണ് ലാൻഡ് ചെയ്തത്? അത് ഇന്ത്യയുടെ എയർ സ്പേസിലേക്ക് കടന്നു എന്നുള്ള മെസ്സേജ് കൃത്യമായിട്ട് ഇന്ത്യ ഡിറ്റക്ട് ചെയ്യുന്നു. അങ്ങനെ ഇന്ത്യ ഡിറ്റക്ട് ചെയ്തതിനു ശേഷം അതിന്റെ പുറകിൽ പലതരത്തിലുള്ള കോൺസ്പിറസി തിയറികളൊക്കെ ഉണ്ട്, നമ്മൾ അതിലേക്ക് പോകണ്ട. നോർമലി ഒരു അന്യരാജ്യത്തിന്റെ ഫൈറ്റർ ജെറ്റ് നമ്മളുടെ പരിധിക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് കണ്ടെത്തി എന്ന് അറിയുമ്പോൾ തന്നെ അവർ കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് തരും. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് ഇൻഫർമേഷൻ അമേരിക്ക തരുകയാണ്. ഞങ്ങളുടെ ഒരു ഫൈറ്റർ ജെറ്റ് എമർജൻസി ആയിട്ട് ലാൻഡ് ചെയ്യണം, അതിന് ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ആ കൺട്രിയുമായിട്ടുള്ള ബന്ധം എന്താണോ അത് വെച്ചിട്ട് കൃത്യമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിന് വേണ്ട നടപടികൾ നമ്മൾ എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും F-35 ട്രിവാൻഡ്രത്ത് 3-4 മാസം കടന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ ഒരു പ്രീ അപ്രൂവൽ ആവശ്യമില്ലാതെ അമേരിക്കയ്ക്ക് ഇന്തോനേഷ്യയുടെ എയർ സ്പേസിൽ F-35 F-16 ഏത് തരത്തിലുള്ള ഫൈറ്റർ ജെറ്റുകളും അതുപോലെ തന്നെ അവരുടെ ഏത് വിമാനവും അവർക്ക് ഇറക്കാനുള്ള പെർമിഷനാണ് ഇതിലൂടെ അമേരിക്ക സ്വന്തമാക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി കാണേണ്ടത് സ്ട്രെയിറ്റ് ഓഫ് മലാക്കയാണ്. സ്ട്രെയിറ്റ് ഓഫ് മലാക്ക എന്ന് പറയുമ്പോഴത്തേക്കും ചൈനയ്ക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യക്കും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇവിടെ ചൈനയാണ് അമേരിക്കയ്ക്കെതിരെ നിലപാടെടുത്തിരിക്കുന്ന ഒരു രാജ്യം. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ചൈനയ്ക്കെതിരെയുള്ള നീക്കങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക ഉദ്ദേശിക്കുന്നത് കണ്ടിൻജൻസി ഓപ്പറേഷൻ, അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ തായ്വാന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള സാധ്യത, അതുപോലെ തന്നെ ക്രൈസിസ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഇതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. ഇന്തോനേഷ്യക്ക് ആയിക്കോട്ടെ അതേപോലെ അമേരിക്കയ്ക്ക് ആയിക്കോട്ടെ, രണ്ട് കൂട്ടർക്കും ഏതെങ്കിലും ഒരു ക്രൈസിസ് വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ക്രൈസിസ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് അമേരിക്കയ്ക്ക് വളരെ ഫ്രീ ആയിട്ട് ഇന്തോനേഷ്യ ഉപയോഗിക്കാം, ഇന്തോനേഷ്യയുടെ എയർ സ്പേസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ജോയിന്റ് മിലിറ്ററി ഓപ്പറേഷൻ, അതുപോലെ ജോയിന്റ് എയർ സ്പേസ് ഓപ്പറേഷൻ, ഇതേപോലെ പല തരത്തിലുള്ള എഗ്രിമെന്റുകൾ ഇന്തോനേഷ്യയുമായിട്ട് അമേരിക്ക സൈൻ ചെയ്തിരിക്കുകയാണ്. ഇത് തികച്ചും ചൈനയ്ക്ക് ഒരു തിരിച്ചടിയാണ്. ചൈന 100 കണക്കിൽ പ്രോജക്റ്റ് ഇന്തോനേഷ്യക്കുള്ളിൽ ഈ BRI പദ്ധതിയിലൂടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അതും കൂടി നമ്മൾ ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണണം. അങ്ങനത്തെ ഒരു രാജ്യത്തിനെയാണ് അമേരിക്ക ഇപ്പം അവരുടെ പോക്കറ്റിലേക്ക് വളച്ചെടുത്തിരിക്കുന്നത്. ഇത് വേറെ ഒന്നുമില്ല, ഇതിന്റെ കൃത്യമായിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഓഫ് മലാക്കയാണ്. കാരണം നാളെ ഒരു സമയത്ത് ഏതെങ്കിലും തരത്തിൽ ചൈന കൂടുതൽ വാല് പൊക്കുന്നുവെങ്കിൽ, ഇപ്പൊ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസിൽ അമേരിക്ക ചെയ്തതുപോലെയുള്ള ഒരു പരിപാടി വളരെ സിമ്പിൾ ആയിട്ട് സ്ട്രെയിറ്റ് ഓഫ് മലാക്കയിൽ അമേരിക്ക നടപ്പിലാക്കും. അവിടെ ഇന്തോനേഷ്യയാണ് രാജ്യം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അമേരിക്കയുടെ കീഴിൽ വരുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ അമേരിക്ക നടപ്പിലാക്കും. ഇപ്പൊ തന്നെ KC-46 പൊസൈഡോൺ ഏതാണ്ട് 3000 കിലോമീറ്റർ ഒരു കുഴപ്പമില്ലാതെ ആ റേഞ്ചിൽ പറക്കാൻ കപ്പാസിറ്റി ഉള്ള എയർക്രാഫ്റ്റാണ് പൊസൈഡോൺ. അതുപോലെ RC-135, അതുപോലെ B-1B, B-2B ഒക്കെ ശരിക്കും ന്യൂക്ലിയർ വെപ്പൺ വരെ കൊണ്ടുപോകാൻ കപ്പാസിറ്റി ഉള്ള എയർക്രാഫ്റ്റുകളാണ്. C-17 കാർഗോ എയർക്രാഫ്റ്റ്, ഇത്തരത്തിലുള്ള എയർക്രാഫ്റ്റുകളുടെ ലിസ്റ്റ് വരെ കൈമാറിയിട്ടുണ്ട് അമേരിക്ക ഇന്തോനേഷ്യക്ക്. ഇന്തോനേഷ്യ പ്രത്യക്ഷത്തിൽ അതിനെ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് അംഗീകരിക്കുന്നില്ല. ഇതൊക്കെ ഞങ്ങൾ റാറ്റിഫിക്കേഷൻ ലെവലിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്നാണ് ഇന്തോനേഷ്യ പറയുന്നത്. പക്ഷേ അതൊക്കെ ജസ്റ്റ് പുകമറ മാത്രമാണ്. കാരണം ചൈന നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകളിലേക്ക് ഒരു തടസ്സം ഉണ്ടാവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇന്തോനേഷ്യ ജസ്റ്റ് അത് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എഗ്രിമെന്റ് ഓൾറെഡി പെന്റഗണിൽ സൈൻ ചെയ്ത് കഴിഞ്ഞു, അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്തായാലും ട്രംപിന്റെ ലെറ്റർ
അതിനെ തുടർന്ന് ഷീ ജിങ് പിങ് ഇപ്പം ഓക്കെ പറഞ്ഞിരിക്കുന്നത്. ഷീ ജിങ് പിങ് പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഇറാൻ ഇനി ആയുധങ്ങൾ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറയും, അത്രേ ഉള്ളൂ. ചൈന എപ്പോഴും അമേരിക്കയ്ക്കെതിരെ തന്നെയാണ് നിലപാടെടുക്കുന്നത്. ചൈനയുടെ ഡിപ്പെൻഡൻസി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. ആ ഡിപ്പെൻഡൻസി കുറയ്ക്കാതെ ട്രംപ് എത്രത്തോളം ഇങ്ങനെ പ്രഷർ പോളിസി കൊണ്ടുവന്നാലും ചൈനയെ ഒതുക്കാൻ കഴിയില്ല. ചൈനയെ മെരുക്കാം, അതായത് ചൈനയെ ഒന്ന് സംസാരിച്ചിട്ട് അമേരിക്കയ്ക്ക് വേണ്ട റെയർ എർത്ത് എലമെന്റ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നോൺ സ്റ്റോപ്പ് ആയിട്ട് അമേരിക്കയ്ക്ക് കിട്ടുന്ന തരത്തിലുള്ള ചില എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാന്നല്ലാണ്ട് ചൈനയെ ഒതുക്കണം എന്നുണ്ടെങ്കിൽ അമേരിക്ക ചൈനയുടെ ഡിപ്പെൻഡൻസി കുറയ്ക്കണം. ചൈനയുടെ ഡിപ്പെൻഡൻസി ത്രൂ ഔട്ട് അമേരിക്ക കുറച്ചാൽ മാത്രമേ അമേരിക്കയ്ക്ക് രക്ഷയുള്ളൂ. അല്ലാതെ ഇത്തരത്തിൽ സ്ട്രേറ്റ് ഓഫ് മലാക്ക, സ്ട്രേറ്റ് ഓഫ് ഹോർമോസ്, ബാബൽ മന്ദീബ് ഇങ്ങനെയുള്ള കടലിടുക്കുകളൊക്കെ കൈപ്പറ്റി അതിൽ ഡോമിനേഷൻ വരുത്തുന്നത് കൊണ്ട് അമേരിക്കയ്ക്ക് വേണമെങ്കിൽ കുറച്ച് പൈസയോ എന്തെങ്കിലുമൊക്കെ പിരിച്ചെടുക്കാം. അതിലുപരിയായിട്ട് ചൈനയ്ക്കെതിരെ ശക്തമായ രീതിയിൽ ഒരു നീക്കുപോക്കുകൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിവേ, ഇത് അതിലേക്കുള്ളൊരു സ്റ്റെപ്പാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്തോനേഷ്യയുടെ എയർ സ്പേസിലുള്ള പെർമിഷൻ വാങ്ങിക്കൊണ്ടുള്ള ഈ തീരുമാനം ശരിക്കും ആ നീക്കത്തിലേക്ക് ഒരു സ്റ്റെപ്പ് അമേരിക്കയെ അടുപ്പിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ തായ്വാനും ഒരു പ്രൊട്ടക്ഷനാണ്. കാരണം അമേരിക്ക വളരെ ശക്തമായി തന്നെ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നും വെസ്റ്റ് ഏഷ്യൻ സൈഡിൽ നിന്നും സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ നിന്നും സ്ട്രേറ്റ് ഓഫ് മലാക്ക കേന്ദ്രീകരിച്ച് അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷനിലേക്ക് കോൺഫ്ലിക്റ്റിനെ ഷിഫ്റ്റ് ചെയ്യുക. ചൈന ഏതെങ്കിലും തരത്തിൽ വാലാട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിനെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ട് പ്രയോറിഗേറ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് അമേരിക്ക. എല്ലാവരും അവിടെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോൾ അമേരിക്ക മറ്റൊരു സൈഡിൽ അമേരിക്ക വളരെ നൈസായിട്ട് ഇന്ത്യൻ ഓഷനിലേക്ക് കടന്നു വരുന്ന രംഗമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അമേരിക്കയുടെ ഈ വാർ സ്ട്രാറ്റജിയെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. അമേരിക്ക നിരന്തരം കോൺഫ്ലിക്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യമാണ്. ഏത് കോൺഫ്ലിക്റ്റിലും ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യമാണ്. കാരണം ഇതിനൊക്കെ അവർക്ക് പോളിസികളുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ആ സമയത്തിലെടുത്ത തീരുമാനങ്ങൾ, അതിനെ തുടർന്ന് അമേരിക്കയിൽ ഉണ്ടായ കുറേ പോളിസി ചേഞ്ചസ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണ്. അത് തീർച്ചയായിട്ടും മറ്റൊരു എപ്പിസോഡിൽ ഞാനത് സംസാരിക്കാം. കാരണം ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ എപ്പിസോഡിൻ്റെ ലെങ്ത് അങ്ങ് കൂടും. അത് ഇറാൻ യുദ്ധം എന്ന് പറയുന്നത് ഇറാൻ യുദ്ധം മാത്രമല്ല, അത് ശരിക്കും ചൈനയെ കൂടി കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ അമേരിക്ക അതിനെ മാറ്റി തീർക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ട്രംപിന്റെ കോമാളിത്തരം, വിട്ടിത്തരം, ട്രംപിന്റെ ട്വീറ്റ്, ജോക്ക്, അപ്പാർട്ട് ഫ്രം ദാറ്റ് അമേരിക്കയുടെ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നടത്തുന്ന, വളരെ സീരിയസ് ആയിട്ട് നോക്കിക്കാണുന്ന CIA, പെന്റഗൺ പോലത്തെ ഏജൻസികളൊക്കെ അവിടെയുണ്ട്. അവരുടെ നിയന്ത്രണത്തിലാണ് ഇത്തരത്തിലുള്ള ലോങ് ടേം പ്ലാൻ, ലോങ് വാർ സ്ട്രാറ്റജിയൊക്കെ നടപ്പിലാകുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.